ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ ഒരു അതികായനായിരുന്നല്ലോ ഈ ഹെൻറി ഫോർഡ്. ഹെൻറി ഫോർഡിനോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്രകാരം ഈ വാഹന നിർമ്മാണത്തെക്കുറിച്ച് ആലോചിച്ചതും അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ എന്നുമൊക്കെ. അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മറുപടിയുണ്ട്. ഞാൻ ആളുകളോട് ചോദിച്ചിരുന്നെങ്കിൽ അവരന്ന് ഉപയോഗിച്ചിരുന്ന കുതിരകൾക്ക് എങ്ങനെ വേഗത കൂട്ടാമെന്നും കൂടുതൽ മെച്ചപ്പെട്ട അല്ലെങ്കിൽ കൂടുതൽ വേഗത്തിൽ ഓടുന്ന കുതിരകളെ എങ്ങനെ നമുക്ക് മെരുക്കിയെടുക്കാമെന്നും ഒക്കെ ചിന്തിക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അവരോട് ചോദിക്കാൻ പോയില്ല. ഇഫ് ഐ had asked people what they would have probably wanted, that and they would have said is that they might require faster horses. വേഗത്തിൽ ഓടുന്ന കുതിരകളെ ആയിരിക്കും ഒരുപക്ഷെ എന്നവർ ആവശ്യപ്പെട്ടുണ്ടാവുക. കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് കടന്ന് ചിന്തിക്കാൻ അവർക്കാവുന്നില്ല. നമ്മളെപ്പോഴും നമ്മുടെ ചിന്തകളിൽ അങ്ങോട്ട് കുടുങ്ങിക്കിടക്കുകയാണ്. ചിന്തകളിൽ കുടുങ്ങിക്കിടക്കുന്നത് വഴിയായിട്ട് ഇതിനപ്പുറത്തേക്ക് ആൻഡ് സംതിങ് ബിയോണ്ട് അത് ചിന്തിക്കാൻ നമുക്കാവുന്നില്ല. ചിന്തിക്കാൻ നമുക്ക് താല്പര്യമില്ലാണ്ടായി പോകുന്നു. അവിടെയാണ് നമ്മുടെ ഒരുപക്ഷെ മടിയന്മാരായി പോകുന്നത്. കാരണം പരീക്ഷണങ്ങൾക്ക് മുതിരാതെ പരീക്ഷകളിൽ നമുക്ക് വിജയിക്കാനാവില്ല എന്നുള്ള തത്വം പോലും നമ്മുടെ കുട്ടികൾ മറന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പരീക്ഷണങ്ങൾക്ക് വിധേയരാവാൻ താല്പര്യമില്ല. പരീക്ഷയിൽ ജയിക്കണം, പക്ഷെ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി തങ്ങളെ തന്നെ പരിശോധിച്ച് അറിഞ്ഞ് വിജയത്തിൻ്റെ മാധുര്യവും തോൽവിയുടെ കയ്പിൻ്റെ മാധുര്യവും അറിഞ്ഞുകൊണ്ട് മുന്നേറാനായിട്ട് അവർക്ക് താല്പര്യമില്ല. അങ്ങനെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പണ്ട് ഒരു ഇംഗ്ലീഷ് പഴമൊഴി പറഞ്ഞിരുന്നല്ലോ, ഐഡിൽ മാൻസ് മൈൻഡ് ഈസ് ഡെവിൾസ് വർക്ക്ഷോപ്പ്. അങ്ങനെ ഒന്നിനും ഒരു അധ്വാനിക്കാൻ മുതിരാതെ അലസതയിൽ കഴിയുമ്പോഴാണ് അവർക്ക് അവരുടെ മനസ്സിൽ ഈ തിന്മകളും എല്ലാം കടന്നുകൂടുന്നത്. ഇപ്പം നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചുള്ള യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും എന്തെങ്കിലുമൊക്കെ നമ്മളൊരിക്കൽ ചിന്തിച്ച മാതിരി ഒരു ത്രില്ല് ഉദ്ദേശിക്കുന്നവരാണ്. പക്ഷേ ജീവിതത്തിൻ്റെ ആ മനോഹാരിതയെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, അതിനുള്ള ഒരു ഓപ്പണിംഗ് അവർക്ക് കിട്ടിയിരുന്നുവെങ്കിൽ, അതിൻ്റെ സന്തോഷം അനുഭവിക്കാൻ അവർക്ക് അവസരങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ വഴിയിലേക്ക് അവർ തിരിയുമായിരുന്നു. നമ്മുടെ കുട്ടികളോട് അല്ലെങ്കിൽ പണ്ടത്തെ ഒരാളോട് ചോദ്യമാണ് എൻ്റെ മനസ്സിലുള്ളത്, നടക്കാൻ പോകാറുണ്ടോ എന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നടക്കാനായിട്ട് പോകാറില്ല, നടന്നു പോകാറുണ്ട്. കാരണം ജോലി സ്ഥലത്തേക്ക് നടന്നുള്ള പോക്കാണ്. അങ്ങനെ ഓരോ കാര്യത്തിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അധ്വാനിക്കേണ്ട ആവശ്യകതയും അധ്വാനത്തിൻ്റെ മൂല്യവും ആ അധ്വാനിക്കേണ്ടതിൻ്റെ ആവശ്യകതയുടെ ആ ഒരു അന്തസ്സും അതിൻ്റെ ആ ഒരു ഡിഗ്നിറ്റി ഓഫ് ലേബർ അതുമൊക്കെ ഈ തലമുറയ്ക്ക് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും ഒരു കാര്യത്തിനും വേണ്ടി അധ്വാനിക്കാതെ എല്ലാം മെഷീനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അങ്ങനെ എല്ലാത്തിനും നമ്മൾ യന്ത്രത്തെ ആശ്രയിക്കുമ്പോൾ നമ്മളൊരു യാന്ത്രിക മനുഷ്യരായിട്ട് മാറും. വിചാരങ്ങളുടെ എന്താ പറയുക, ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഉപയോഗം പോലും നഷ്ടപ്പെട്ടുകൊണ്ട് യാന്ത്രിക മനുഷ്യരായിട്ട് മാറും. അത് അപകടകരമായ സ്ഥിതിയാണ്. ആ സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. ആർക്കും ഒന്നിനും ഒരു ക്ഷമയുമില്ല, ആർക്കും ഒന്നിനും വേണ്ടി അധ്വാനിക്കാൻ താല്പര്യമില്ല. അവർ ആഗ്രഹിക്കുന്ന പോലെ ആഗ്രഹിക്കുന്ന സമയത്ത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി എന്ത് എന്ന് ചിന്തിക്കാൻ അല്ലെങ്കിൽ ഒരു പോം വഴി, ഒരു ഫിഗർ ഔട്ടബിൾനെസ് അതിന് താല്പര്യമില്ല. അങ്ങനെ അവർക്കൊരു ശീലം കിട്ടിയിട്ടുമില്ല. കാരണം അവർ തോറ്റു പഠിച്ചിട്ടില്ല, തോൽക്കാനും പഠിച്ചിട്ടില്ല.
അവർ പരീക്ഷിച്ച് മുന്നേറാനും പഠിച്ചിട്ടില്ല, പരിശോധിക്കപ്പെടാനും തയ്യാറുമല്ല. ആ അവസ്ഥയാണ് മാറ്റിയെടുക്കേണ്ടത്. ഇതിനൊരു പുതിയൊരു ദിശാബോധം നമ്മുടെ ഈ തലമുറയ്ക്കും ഈ സമൂഹത്തിനും കൊടുത്ത് അവരവരുടേതായ കൊച്ചു കാര്യങ്ങളിലെങ്കിലും അവരൊക്കെ എല്ലാവരെയും നമ്മളെ തന്നെ ഇൻവോൾവ് ചെയ്യിച്ച് ആ അധ്വാനത്തിൻ്റെ ആ ഒരു അന്തസ്സ്, ദ ഡിഗ്നിറ്റി ഓഫ് ലേബർ നമുക്കൊന്ന് ഉയർത്തിപ്പിടിക്കാനും അങ്ങനെ അവനവൻ്റെ അധ്വാനത്തിൻ്റെ ഫലം കാണാൻ തക്കവണ്ണമുള്ള ഒരവസരങ്ങൾ കൊടുക്കാനും നമുക്ക് കഴിഞ്ഞാൽ ഒരുപാട് നന്മയിലേക്ക് നമ്മുടെ സമൂഹത്തെ തിരിച്ചുവിടാനാവും, പ്രത്യേകിച്ച് നമ്മുടെ യുവതയെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.